കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ നമ്പർ ഒന്നുകൂടി വായിക്കാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 7592939616. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ്, എൻ്റെ പേര് സ്നേഹ. കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് അക്കാഡമിക് മെന്ററാണ്. നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത് BCOC 138, അതായത് BCom സെക്കൻഡ് ഇയേഴ്സിൻ്റെ മെയിൻ പേപ്പറായ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഒരു ജനറൽ ഓവർവ്യൂ ആയിരിക്കും ഈ ഒരു സെഷനിൽ കവർ ചെയ്യുക. നമുക്ക് ഓൾറെഡി നിങ്ങൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്ത് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടി റെഡിയായി അല്ലെങ്കിൽ റിവിഷന് വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നവരായിരിക്കാം. അപ്പം നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു സെഷൻ ആകും എന്ന് വിശ്വസിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിസിൽ ഉള്ളൊരു ജനറൽ അനാലിസിസ് ആണ് ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഓവറോൾ അനാലിസിസ്, അതായത് ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു ജനറൽ അനാലിസിസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ബ്ലോക്ക്, അതായത് ബേസിക് കൺസെപ്റ്റുകളെ വെച്ച് നോക്കുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കൂടുതലായിട്ടും നമുക്ക് ചോദിച്ചു കാണുന്ന അതായത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് പോർഷൻസ്, അതായത് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നും വന്നിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് നേച്ചറും സ്കോപ്പും വന്നിട്ടുണ്ട്. അതിനുള്ളിൽ തന്നെ അതിൻ്റെ നെസസിറ്റി, അഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, അങ്ങനെയുള്ള പോർഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി കോസ്റ്റ് കൺസെപ്റ്റുകളെ കുറിച്ചും അസർടൈൻമെന്റിനെ കുറിച്ചുമുള്ള പോർഷൻസും ചോദിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് വരുമ്പോൾ കോസ്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ കോസ്റ്റിംഗ് മെത്തേഡ്സ്, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അത് ജൂൺ 2022-ലും ചോദിച്ചിട്ടുണ്ട്, 2023-ലും ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാൻ നോക്കുക. ദെൻ ബ്ലോക്ക് ടുവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മെറ്റീരിയൽ ആൻഡ് കൺട്രോൾ പ്രൈസിങ്, അതായത് മെറ്റീരിയൽ ആൻഡ് ലേബർ ആണല്ലോ നമ്മുടെ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പം മെറ്റീരിയലിന്റെ പോർഷനിൽ നിന്നാണേലും അല്ലെങ്കിൽ ലേബർ കോസ്റ്റിന്റെ പോർഷനിൽ നിന്നാണേലും രണ്ടിൽ നിന്നും പോർഷൻസ് അല്ലെങ്കിൽ ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. അതിൽ ഫസ്റ്റ് മെറ്റീരിയൽസിന്റെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ റീഓർഡർ ലെവല്, മിനിമം സ്റ്റോക്ക് ലെവൽസ്, അല്ലെങ്കിൽ മെറ്റീരിയലിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ്, അങ്ങനത്തെ കാൽക്കുലേഷൻസ് ആണ് ഏതിൽ വരുന്നത്, ഈ മെറ്റീരിയലിന്റെ ഇതിൽ വരുന്നത്. അത് മാത്രമല്ല ഫിഫോ മെത്തേഡ്, ലിഫോ മെത്തേഡ്, നമ്മുടെ യൂഷ്വലി കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ എപ്പോഴും കേട്ട് വരുന്ന രണ്ട് വാക്കുകളാണ് അല്ലേ. അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഈ ടേംസ് എല്ലാം നമ്മൾ ഈ ഒരു മെറ്റീരിയൽ കൺട്രോളിന്റെ പോർഷന്റെ അണ്ടറിലാണ് വരുന്നത്. ഇതും കഴിഞ്ഞ വർഷം ജൂണിൽ ചോദിച്ചിട്ടുള്ള പോർഷൻ ആണല്ലേ, ടോപ്പിക് ആണേ. ദെൻ ലേബർ കോസ്റ്റിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കീപ്പിംഗ്, അല്ലെങ്കിൽ കോസ്റ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, അങ്ങനത്തെ സംഭവങ്ങളാണ് ലേബർ കോസ്റ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, അങ്ങനത്തെ ഭാഗങ്ങൾ ലേബർ കോസ്റ്റിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിരിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണിത് 2022-ല്. ദെൻ ബ്ലോക്ക് 3, അതായത് ഓവർഹെഡ്സ് ആൻഡ് അബ്സോർപ്ഷൻ മെത്തേഡ്സ്. അതിൽ സംബന്ധിച്ച് വന്ന ഓവർഹെഡ്സ്, അബ്സോർപ്ഷന്, അല്ലെങ്കിൽ മെഷീൻ അവർ റേറ്റ്, അങ്ങനത്തെ പോയിന്റ്സുകളാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഷോർട്ട് നോട്ട്സുകളാണ് കൂടുതലും ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതായത് എന്താണ് ഓവർഹെഡ്സ്, അല്ലെങ്കിൽ മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസിന്റെ കൂട്ടത്തിലാണ് ഈ ഒരു പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ളത്. ഫോർത്ത് ബ്ലോക്കിനെ സംബന്ധിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നത്, അതായത് കോൺട്രാക്ട് കോസ്റ്റിംഗ്, അങ്ങനത്തെ കുറച്ച് പോർഷൻസ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് ജൂൺ 2022-ല് അല്ല 2023-ല് അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് ഒന്നും രണ്ടും ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അത് നോർമൽ ലോസും അബ്നോർമൽ ലോസും രണ്ടും വരുന്ന കേസസ് കൂടുതലായിട്ട്
നമ്മൾ കൺസിഡർ ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സർവീസ് കോസ്റ്റിംഗ്, ട്രാൻസ്പോർട്ട് കമ്പനിയുടെ സർവീസ് കോസ്റ്റിംഗ്, അല്ലെങ്കിൽ ഒരു പാസഞ്ചറിനെ സംബന്ധിച്ച് പെർ കിലോമീറ്ററിൽ അയാൾക്ക് വരുന്ന കോസ്റ്റ് എത്രയാണ്, അങ്ങനത്തെ കാൽക്കുലേഷൻസ് എല്ലാം ഈ ബ്ലോക്ക് 4ന്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണേ. ഇവയെല്ലാം തന്നെ എന്താണ് ബ്ലോക്ക് വൈസ് ആയിട്ട് നമുക്ക് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച് കണ്ടിട്ടുള്ള പ്രോബ്ലംസ് തന്നെയാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അത് കഴിവതും അതൊന്ന് ഗോ ത്രൂ ചെയ്ത് ഒന്ന് ആൻസേഴ്സ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ഒന്ന് നോക്കിയിട്ട് തന്നെ പോകാൻ കഴിവതും ട്രൈ ചെയ്യുക. ദെൻ ഇനി കോമൺ ആയിട്ടുള്ള നോട്ടബിൾ പാറ്റേൺസ് അല്ലെ ട്രെൻഡ്, അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കേണ്ടത് എന്താണ്, പ്രാക്ടിക്കൽ കാൽക്കുലേഷൻസ് ഒത്തിരി അല്ലെങ്കിൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് പക്കാ തിയറി മാത്രം പഠിച്ചിട്ട് ജയിക്കാം, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് നോക്കേണ്ട ഒരു പോർഷൻ അല്ല, അല്ലെങ്കിൽ അങ്ങനെ മാത്രം നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്സ് അല്ല ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് വരുന്നത്. തറവായിട്ട് നമ്മൾ ചെയ്ത് നോക്കി, പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കി വർക്കൗട്ട് ചെയ്ത് 2, 3 പ്രാവശ്യം വർക്കൗട്ട് ചെയ്ത് നോക്കേണ്ട കുറച്ച് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇക്വേഷൻസ്, ഫോർമാറ്റ്സ്, അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളുള്ള ഒരു ടോപ്പിക്കാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ അതിനകത്ത് നോക്കുക, എന്താണ് റീഓർഡർ ലെവൽസ്, അല്ലെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ്, മെഷീൻ അവർ റേറ്റ്, ഇതൊക്കെ കോർ ടോപ്പിക്സ് ആണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. അതുപോലെ തന്നെ എന്താണ് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാം, തിയററ്റിക്കൽ മാത്രമല്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്കിൽസും ഇതിനകത്തൊന്ന് അനലൈസ് ചെയ്ത് പോകുന്ന പോലെ ഒരു സ്റ്റൈലാണ് നമ്മളിപ്പം നിലവിൽ കണ്ടുവരുന്നത്. പിന്നെ കോംപ്രഹെൻസീവ് കവറേജ്, അതായത് നമുക്ക് എന്താ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കോ അല്ലെ പർട്ടിക്കുലർ ബ്ലോക്കിലോ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻസ് അല്ല നിലവിൽ ഇതുവരെ കണ്ടുവരുന്നത്. ഹോൾ സിലബസ് ടച്ച് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവർ അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ബ്ലോക്കും മിസ് ഔട്ട് ആക്കാൻ ശ്രമിക്കരുത്. മാക്സിമം എല്ലാം ഒന്ന് ടച്ച് ചെയ്ത് എല്ലാ പോർഷൻസും ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ പഠിച്ചു വേണം പോകാനേ. ദെൻ റിപ്പീറ്റഡ് ടോപ്പിക്സ്, അതായത് ഓവർ ഹെഡ്സ്, മെറ്റീരിയൽ കോസ്റ്റിംഗ്, അല്ലെങ്കിൽ ലേബർ കോസ്റ്റിംഗ്, അങ്ങനെയുള്ള പോർഷൻസ് എന്ന മൾട്ടിപ്പിൾ എക്സാംസിൽ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ പോർഷൻസിൽ അല്ലെങ്കിൽ കോർ ഏരിയാസിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അതായത് ഒരിക്കലും അത് വിട്ടുപോകാത്ത രീതിയിൽ ഒന്ന് കവർ ചെയ്ത് തന്നെ പോകാനുള്ള ശ്രദ്ധ കൊടുക്കുക. ദെൻ വരുന്നതെന്ന് വെച്ചാൽ വെറൈറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. അതായത് ഷോർട്ട് നോട്ട്സ് ഉണ്ട്, എസ്സേസ് ഉണ്ട്, പ്രോബ്ലം പേപ്പർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പം നമ്മുടെ തിയറിറ്റിക്കൽ നോളജും പ്രാക്ടിക്കൽ സ്കിൽസും ഒരേപോലെ അനലൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രോബ്ലം മാത്രം പഠിച്ചു പോയി അല്ലെങ്കിൽ തിയറി മാത്രം പഠിച്ചു പോയി ജയിക്കാം എന്നൊരു ചിന്ത നമ്മളിൽ ഒരിക്കലും പാടില്ല. ദെൻ അത് ഇതിന്റെയൊക്കെ ബേസിസിൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കുറച്ച് റെക്കമെൻഡേഷൻസ്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ എന്ത് ചെയ്യണം, കൂടുതൽ ഫോക്കസ് കൊടുക്കണം. അതായത് പ്രോബ്ലത്തിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കാര്യമുണ്ട്. അതായത് പ്രാക്ടിക്കലായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കി തന്നെ പഠിച്ചെടുക്കുക. ദെൻ കോർ ടോപ്പിക്സ്, അതായത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം റിപ്പീറ്റഡ് ആയിട്ട് കണ്ടല്ലോ, മെറ്റീരിയൽ, ലേബർ കോസ്റ്റിംഗ്, ഓവർ ഹെഡ്സ്, അങ്ങനെയുള്ള മെയിൻ ടോപ്പിക്സ് എന്ത് ചെയ്യണം, ഒന്ന് റിവ്യൂ ചെയ്ത് അല്ലെങ്കിൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തൊന്ന് പഠിച്ചിട്ട് പോവുക. അതായത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്ന പോർഷൻസ് ആണ് ആ ടോപ്പിക്സ്. അപ്പോൾ അതിന് കൂടുതൽ ഫോക്കസ് കൊടുത്തൊന്ന് പഠിച്ചിട്ട് അല്ലെ റിവ്യൂ ചെയ്തിട്ട് തന്നെ പോകാൻ മാക്സിമം ട്രൈ ചെയ്യുക. ദെൻ പാസ്റ്റ് പേപ്പേഴ്സ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കഴിവതും നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് തന്നെ നോക്കി പോകാൻ മാക്സിമം ട്രൈ ചെയ്യുക. കാരണം അത് കൂടുതൽ നല്ല രീതിയിൽ ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ സ്കോർസ് അറ്റൻഡ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് ഇത്രയുമാണ് ജനറൽ ഒരു പ്രിലിമിനറി. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താൽ നമുക്ക് പെട്ടെന്നൊരു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് നമുക്ക് എക്സാംസിന്റെ പാറ്റേൺസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസ്, ഇമ്പോർട്ടൻറ്റ് പോർഷൻസ്, ഇതൊക്കെയാണ് നമുക്കൊരു ബേസിക് ആയിട്ടൊന്ന് മനസ്സിലാകുന്ന കുറച്ച് പോർഷൻസ്. ദെൻ ഇനി ബ്ലോക്ക് വൈസ് നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഓരോ പോർഷൻസും കവർ ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസിന്റെ നമ്പേഴ്സ് നോക്കുക. അതായത് ഓരോ എക്സാംസിലും എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഓരോ ബ്ലോക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടെന്നുള്ള ഒരു അനാലിസിസ് നോക്കാം. ബേസിക് കൺസെപ്റ്റ്, അതായത് ജൂൺ 2022 ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലോക്ക് 2ൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ബ്ലോക്ക് 3 ഓവർ ഹെഡിൽ നിന്ന് 1 ക്വസ്റ്റ്യനും, ബ്ലോക്ക് 4ൽ നിന്ന് പ്രത്യേകിച്ച് ഡയറക്ട്ലി ഒരു ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടില്ല. അങ്ങനെ 4 ബ്ലോക്സ് ആയിരുന്നു ജൂൺ 2022 കവർ ചെയ്തത്. ദെൻ ആ ക്വസ്റ്റ്യൻസിന്റെ നമ്പറിന്റെ ബേസിസിലുള്ള ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്, ബ്ലോക്ക് 2ൽ നിന്നാണ് വന്നിരിക്കുന്നത്. ദെൻ ജൂൺ 2023 ആയിരുന്ന സമയത്ത്, അതായത്
കഴിഞ്ഞ ജൂണിലത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് 1-ൽ നിന്ന് 2 ക്വസ്റ്റ്യൻസും ബ്ലോക്ക് 2-ൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് അത് ഷോർട്ട് നോട്ട്സ് ആയിരുന്നു. അതേപോലെ ഓവർഹെഡ്സിൽ നിന്ന് ഡയറക്ട്ലി ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല. ലാസ്റ്റ് ബ്ലോക്കായ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഇങ്ങനാണ് ജൂൺ 2023-ൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു നമ്പേഴ്സ്. ദെൻ ഡിസംബറിൽ നോക്കുമ്പളും സെയിം ഒരു എഫക്റ്റ്. അതായത് ബ്ലോക്ക് 3-ൽ നിന്ന് ഡയറക്ട്ലി ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. ബ്ലോക്ക് 1-ൽ നിന്ന് 2 ക്വസ്റ്റ്യൻസും ബ്ലോക്ക് 2-ൽ നിന്ന് 1 ക്വസ്റ്റ്യനും ബ്ലോക്ക് 4-ൽ നിന്ന് 4 ക്വസ്റ്റ്യൻസുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ബ്ലോക്ക് 4-ൽ നിന്ന് ഫസ്റ്റിലത്തെ എക്സാമില് ജൂൺ 2022-ൽ ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടില്ല. പക്ഷെ അതും പ്രതീക്ഷിച്ച് പോയായിരുന്നെങ്കിൽ അടുത്ത പരീക്ഷകൾക്കൊക്കെ നമുക്ക് ശരിക്കും പാടുപെട്ടേനെ. കാരണം അവരുടെ 3 ക്വസ്റ്റ്യനും 4 ക്വസ്റ്റ്യനും വെച്ച് വന്നിരിക്കുന്നത് എവിടുന്നാണ്? ഈ ബ്ലോക്ക് 4-ൽ നിന്നാണ്. ആ സമയങ്ങളിൽ സ്കിപ്പായി പോയിരിക്കുന്നത് ഡയറക്ട്ലി ക്വസ്റ്റ്യൻസ് വരാതെ പോയിരിക്കുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 3 ആണ്. പക്ഷെ നമുക്ക് ഇത് പ്രതീക്ഷിച്ച് പോകാൻ പറ്റത്തില്ല. കണ്ടല്ലോ ഇപ്പൊ തന്നെ. ഒരു സമയത്ത് ചോദിച്ചെന്ന് പറഞ്ഞാൽ പിറ്റേ എക്സാമിന് അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു ബ്ലോക്കും മിസ്സാക്കാൻ പറ്റത്തില്ല. മിസ് ഔട്ട് ആക്കി ഒരിക്കലും പോകരുത്. നമുക്ക് ചിലപ്പം മിക്കവാറും അത് പണിയാകും. അപ്പം ഓവറോൾ എല്ലാ ബ്ലോക്കുകളും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു പോവുക. ഇനി ഗ്രാഫിന്റെ ബേസിസിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബേസിക് കൺസെപ്റ്റ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗിൽ നിന്നും കൂടുതലായിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ 6 ക്വസ്റ്റ്യൻസ് ബേസിക് കൺസെപ്റ്റിൽ നിന്നും മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗിൽ നിന്ന് 7 ക്വസ്റ്റ്യൻസുമാണ് കറന്റ്ലി ഇതുവരെ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. മെറ്റീരിയൽസ് ഓഫ് ലേബറിൽ നിന്ന് 7 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓവർ ഹെഡ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, അതായത് ജൂൺ 2022 ഒരു ചോദ്യം ചോദിച്ചില്ലേ, ആ ചോദ്യം ആണ് ഓവർ ഹെഡ്സിൽ നിന്ന് നിലവിൽ ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ദെൻ പൈ ഡയഗ്രത്തിൽ അല്ലെങ്കിൽ ഒരു പെർസെന്റേജ് ലെവലിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് കൺസെപ്റ്റിൽ ആണേലും മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആണേലും ടോട്ടൽ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ 28.6% ക്വസ്റ്റ്യൻസ് ഈ 2 പോർഷനിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ടോട്ടൽ ക്വസ്റ്റ്യൻസിന്റെ ഒരു 33.3% ചോദിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? മെറ്റീരിയൽസ് ആൻഡ് ലേബേഴ്സിൽ നിന്നും. ദെൻ 4.8% ചോദിച്ചിരിക്കുന്നത് ഓവർ ഹെഡ്സ്, അതായത് ഏറ്റവും ലീസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓവർ ഹെഡ്സും ഏറ്റവും കൂടുതൽ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് മെറ്റീരിയൽസ് ആൻഡ് ലേബറിൽ നിന്നുമാണ്, അതായത് സെക്കൻഡ് ബ്ലോക്കിൽ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, മെറ്റീരിയൽസ് ആൻഡ് ലേബർ എന്താണ് കോൺസ്റ്റന്റ്ലി നമുക്ക് എക്സാംസിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആയതുകൊണ്ട് കൂടുതൽ ഫോക്കസ് അതിൽ കൊടുക്കണം. മാത്രമല്ല അതിനകത്ത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പോർഷൻ ആയതുകൊണ്ട് അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. അതിനകത്ത് എന്താണ് പിന്നെ നമുക്ക് ബേസിക് കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഫൗണ്ടേഷണൽ കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ കോസ്റ്റിംഗ് മെത്തേഡ്സ് അങ്ങനെയുള്ള പോർഷൻസിനും കൂടുതലായിട്ട് എംഫസൈസ് നമ്മൾ കൊടുക്കണം. കാരണം നമ്മളിപ്പോ ഓൾറെഡി എപ്പോഴും ഇപ്പൊ ഇത്ര നേരം കേട്ടപ്പോഴും വീണ്ടും വീണ്ടും നിങ്ങൾ കേൾക്കുന്ന ഒരു കാര്യം, തിയറട്ടിക്കൽ പോർഷനും പ്രാക്ടിക്കൽ പോർഷനും സ്കില്ലിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പേപ്പറാണ് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്. അതുകൊണ്ട് തന്നെ എന്താണ് രണ്ടിനും നല്ല രീതിയിൽ ഫോക്കസ് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ പഠിച്ച് കവർ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. ദെൻ ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഓൺ ഓവർ ഹെഡ്. എന്താണ് നമ്മളിപ്പോ ഗ്രാഫിൽ നിന്ന് തന്നെ കണ്ടു, ഓവർ ഹെഡിൽ എന്താണ് ഒറ്റൊരു ചോദ്യം വെച്ച് ഇതുവരെ വന്നിട്ടുള്ളൂ. പക്ഷേ അത് പൂർണ്ണമായിട്ട് വിട്ട് കളയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സ്റ്റൈലില് എല്ലാ പോർഷൻസും കവർ ചെയ്ത് പോകുന്ന രീതി, എല്ലാ സിലബസും കവർ ചെയ്യുന്ന രീതിയിലാണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പം മേ ബി ഈ ജൂണിൽ വരത്തില്ല എന്ന് നമുക്ക് 100% പറയാൻ പറ്റത്തില്ല. ഇനി വന്നു ക്വസ്റ്റ്യൻസ് വന്നിട്ട് നമുക്ക് അതിൽ നിന്നാണ് ഇനി ക്വസ്റ്റ്യൻസ് വരുന്നതെങ്കിലോ. അപ്പം അത് സ്കിപ്പ് ചെയ്യരുത്. ജനറൽ ആയിട്ടൊന്ന് ഓടിച്ചിട്ട് നോക്കി തന്നെ പോകാൻ മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. പക്ഷെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഏതിൽ കൊടുക്കാൻ ശ്രദ്ധിക്കണം? മെറ്റീരിയൽസ് ആൻഡ് ലേബറിന് കൊടുക്കുക. അതിന്റെ ഗ്രാഫാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിറ്റ് വൈസ് ഉള്ള ഗ്രാഫ്, അതായത് ഫസ്റ്റ് 2 യൂണിറ്റിൽ നിന്നും ഈ 2 ചോദ്യങ്ങൾ വെച്ച് റിപ്പീറ്റഡ് അല്ല ഫ്രീക്വന്റ്ലി ആയിട്ട് നമുക്ക് ചോദിച്ചു കാണാം. ബാക്കി എല്ലാ യൂണിറ്റ്സ്, അതായത് 3 തൊട്ട് അങ്ങോട്ട് വരുന്ന എല്ലാ യൂണിറ്റ്സിൽ നിന്നും നമുക്ക് കാണുന്ന എന്താണ് ഓരോരോ ക്വസ്റ്റ്യൻസ് വെച്ചേ ചോദിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് 2 യൂണിറ്റിൽ നിന്നാണ് നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിച്ച് നിലവിൽ കണ്ടിട്ടുള്ളത്. then ഇനി യൂണിറ്റ് വൈസ് ഉള്ളൊരു അനലൈസ് പോലെ നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 1 നേച്ചർ ആൻഡ് സ്കോപ്പും യൂണിറ്റ് 2 കോസ്റ്റ് ഓഫ് കൺസെപ്റ്റ്. അതിൽ മോസ്റ്റ് ഫ്രീക്വന്റ്ലി ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, അതായത് ബ്ലോക്ക് 1-ൽ തന്നെ വരുന്ന ചോദ്യങ്ങളാണ് ഇതിനകത്ത് കൂടുതലായിട്ടും ചോദിച്ചിരിക്കുന്നത്. ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. പിന്നെ അതിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കണേ, കാരണം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടല്ലോ. അപ്പം ബേസിക് പ്രിൻസിപ്പിൾസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ ബ്ലോക്ക് 2-വിനകത്ത് വരുന്ന യൂണിറ്റ്സിൽ നിന്നും എന്താണ് നമുക്ക് കുറച്ച്
മെറ്റീരിയൽസ് അല്ലെങ്കിൽ ലേബർ കൺസെപ്റ്റ്സ് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് കൂടുതലായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അതൊരു മോഡറേറ്റ് ലെവലിലാണ് വന്നിട്ടുള്ളത് എങ്കിൽ പോലും അതിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നോക്കുക. പിന്നെ യൂണിറ്റ് 9 അതായത് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർഹെഡിനകത്ത് എന്താണ് ബ്ലോക്ക് 3യിൽ തന്നെ വരുന്നതാണ്. അതിനകത്തും 14, 15, 18 ഈ ബ്ലോക്കുകൾക്കാണ് കൂടുതലായിട്ട് ഈ യൂണിറ്റുകൾക്കാണ് അതിനകത്ത് ബ്ലോക്ക് 3ക്കകത്ത് ഒരിച്ചിരി ഒന്ന് സ്ട്രെസ് കൊടുക്കേണ്ടത്. പിന്നെ എന്താണ് നമുക്ക് എന്താ കുറച്ച് ഇതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ സിലബസും ടച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല എങ്കിൽ പോലും ഈ ഒരു പോർഷനിൽ നിന്നൊക്കെ ഒരുവിധം ടച്ച് ചെയ്ത് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ആ രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ദെൻ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മേജർ ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോർ ടോപ്പിക്സ് ഉണ്ടല്ലോ, ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കോസ്റ്റിംഗ് ടെക്നിക്സ്, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക, അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു സ്കോർസ് അറ്റൈൻ ചെയ്യാൻ അല്ലെങ്കിൽ സുഖമായിട്ട് ജയിക്കാൻ പറ്റും നമുക്ക്. ദെൻ ഓവർഹെഡ്സിന് എന്താണ് അല്ലെങ്കിൽ മോർ സ്പെഷ്യലൈസ്ഡ് കോസ്റ്റിംഗ് മെത്തേഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്താണ് ലെസ് ഫ്രീക്വന്റ്ലി ആണ്. അതായത് അധികം നമുക്ക് ചോദിച്ചിട്ടില്ല. കുറച്ച് വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മാത്രം ചോദിക്കുന്ന രീതിയിലാണ് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം അതിനെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുക. അതായത് അതിന് ഫുൾ ടൈം സമയം കൊടുക്കാതെ മറ്റേ ബാക്കി പോർഷൻസ്, അതായത് നമ്മളുടെ കോർ ടോപ്പിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് ടോപ്പിക്സ് പറഞ്ഞില്ലേ, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ റിവൈസ് ചെയ്യാനും പഠിക്കാനും ഒക്കെ നോക്കുക. അതിന്റെ ബേസിസിലുള്ള ഒരു ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഫ്രീക്വന്റ്ലി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് ആണെങ്കിലും ഒക്കെ വന്നിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ഒരു ഫ്രീക്വൻസിയിൽ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഏതൊക്കെ ബ്ലോക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ യൂണിറ്റ് ആണ് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതെന്നെല്ലാം ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം, കീ ഒബ്സർവേഷൻ. നമുക്ക് ഇതിൽ ഇത്രയും സ്റ്റഡി ചെയ്യുമ്പോൾ, ഇത്രയും അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറെ എന്താ സൂക്ഷ്മമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റിങ്ങിന്റെ അഡ്വാൻറ്റേജസ്, ക്ലാസിഫിക്കേഷൻസ്, അതിനൊക്കെ ഹയർ ഫ്രീക്വൻസി, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഹൈലി അതായത് കൂടുതൽ പ്രാവശ്യം ചോദിച്ചിരിക്കുന്ന പോർഷൻ ആണെന്ന് പറയാം. അതായത് കോസ്റ്റിങ്ങിന്റെ അഡ്വാൻറ്റേജസ്, ക്ലാസിഫിക്കേഷൻസ് അങ്ങനെയുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് മാത്രമല്ല കൂടുതൽ മുന്നോട്ട് വരാനുള്ള ചാൻസും ഉണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ് ഫണ്ടമെന്റ് അതിന്റെ പ്രിൻസിപ്പിൾസ്, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻസ് അങ്ങനെയുള്ള ബേസിക് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മെത്തേഡ്സ് ആൻഡ് ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ്, മെത്തേഡ്സും ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് ഇതും ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുണ്ട്. അതിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം രണ്ട് കാര്യങ്ങൾ, ബേസിക് കൺസെപ്റ്റുകൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം. കോസ്റ്റിംഗിന്റെ ടൈപ്സ് മെത്തേഡ്സ് ഇതും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ നോക്കുക. ഇനി ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് യൂണിറ്റ്സ്. മോസ്റ്റ് ടോപ്പിക്സും എന്താണ് ഒന്നോ രണ്ടോ പ്രാവശ്യം എന്താണേലും കവർ ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? അപ്പം ഇത്ര നേരം നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴാണേലും കാണാം, ചില ടോപ്പിക്സിൽ നിന്ന് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ചിലതിൽ നിന്ന് 1 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തുവാണേലും റിപ്പീറ്റഡ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ പോർഷൻസ് നോക്കി നമ്മൾ എക്സാം സ്ട്രക്ചർ ഒന്ന് അനലൈസ് ചെയ്യുക. അത് അന്നേരം തന്നെ നമ്മൾ പറഞ്ഞു വൈഡ് റേഞ്ച് ആന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എന്താണ് നമ്മൾ ഒരു പോർഷനും വിട്ടുപോകാതെ എല്ലാ ടോപ്പിക്സും ഒന്ന് ടച്ച് ചെയ്ത് എല്ലാം ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ പഠിക്കാൻ നോക്കുക. അതേപോലെ തന്നെ നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് പ്രാക്ടിക്കലും തിയററ്റിക്കലുമായിട്ടുള്ള പ്രോബ്ലംസും ക്വസ്റ്റ്യൻസും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നമ്മൾ പഠിക്കാൻ നോക്കുക. എങ്കിൽ മാത്രമേ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പേപ്പേഴ്സിൽ നല്ല സ്കോർസ് അറ്റൈൻ ചെയ്യാൻ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ, പ്രോബ്ലം മാത്രം നോക്കി അല്ലെങ്കിൽ തിയറി മാത്രം നോക്കി പോയി ജയിക്കാം എന്നൊരു കൺസെപ്റ്റ് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പേപ്പറിൽ നമ്മൾ എടുക്കരുത്. അങ്ങനെ എടുത്താൽ നമുക്ക് തെറ്റിപ്പോകും, നമുക്ക് കിട്ടത്തില്ല, പേപ്പർ കിട്ടത്തില്ല. അതാണ് പറ്റുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന പേപ്പർ പലർക്കും ബുദ്ധിമുട്ടായി തോന്നുന്നത് അല്ലെങ്കിൽ തോറ്റു പോകാനുള്ള ചാൻസ് ഈ ഒരു ചിന്തയിന്മേൽ ഉണ്ടാകുന്നതാ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാന്ന് പറയും, പ്രോബ്ലം ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അല്ലാതെ തിയറി മാത്രം പഠിച്ചിട്ട് പോയിട്ട് എഴുതാൻ പറ്റാതെ
പ്രോബ്ലം വന്നു അത് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് വരുന്ന മിസ്റ്റേക്കുകളാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ നോക്കുക. അതായത് കോച്ചിങ്ങിന്റെ പ്രാക്ടിക്കൽ ലെവൽ ആണേലും അതായത് പ്രോബ്ലംസ് ആണേലും തിയറി ആണേലും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. ഇനി മാർക്ക് വൈസ് ഒരു വെയിറ്റേജ് നോക്കാം. മാർക്ക് വൈസ് വെയിറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നീഡ് ഓഫ് കോസ്റ്റിംഗ് ഒരു പ്രാവശ്യമാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റിംഗ് 2 പ്രാവശ്യം, ഇൻസ്റ്റലേഷൻ ഓഫ് കോസ്റ്റിംഗ് സിസ്റ്റം 1 പ്രാവശ്യം, ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് 2 പ്രാവശ്യം, മെത്തേഡ്സ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് 2 പ്രാവശ്യം, പർച്ചേസ് സ്റ്റെപ്പ് 1 പ്രാവശ്യം, മെറ്റീരിയൽ കൺട്രോൾ 1 പ്രാവശ്യം, പ്രൈസിംഗ് മെത്തേഡ്സ് 1 പ്രാവശ്യം, പ്രൈസിംഗ് പ്രോബ്ലംസ് 1 പ്രാവശ്യം, ടൈം കീപ്പിംഗ് 1 പ്രാവശ്യം, ഇമ്പോർട്ടൻസ് ഓഫ് ടൈം കീപ്പിംഗ് 1 പ്രാവശ്യം, പിന്നെ കൺസെപ്റ്റ്സ് ഓഫ് ഓവർഹെഡ്, മെത്തേഡ്സ് ഓഫ് ഒബ്സർവേഷൻ, കോൺട്രാക്ട് പ്രൊസീജിയേഴ്സ്, കോൺട്രാക്ട് ഐറ്റംസ്, പ്രോസസ് ക്യാരക്ടറിസ്റ്റിക്സ്, പ്രോസസ് ലോസസ്, സർവീസ് ക്യാരക്ടറിസ്റ്റിക്സ്, സർവീസ് കോസ്റ്റ് കമ്പ്യൂട്ടേഷൻ ഇവയെല്ലാം തന്നെ എന്താണ് ഓരോ പ്രാവശ്യം വെച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ മറ്റേ മുമ്പേ ഒരു ഗ്രാഫ് കണ്ടില്ലേ? അപ്പം എന്താണ് എല്ലാം ചോദിച്ചിട്ടുണ്ട്. എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ആണേലും കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ ഒന്നും വിട്ട് കളയാതെ എല്ലാം ഒന്ന് പഠിച്ചു പോകുന്ന രീതി, എല്ലാം ഒന്ന് നോക്കിയിട്ട് പോകുന്ന രീതിയിൽ വേണം നമ്മുടെ സ്റ്റഡീസ് പ്ലാൻ ചെയ്യാൻ. പിന്നെ കാൽക്കുലേഷൻ അതായത് കൂടുതലായിട്ടും എന്താണ് എല്ലാ ടോപ്പിക്സും എന്താണ് 20 മാർക്സ് എന്ന രീതിയിലായിരിക്കും കാൽക്കുലേഷൻസ് വരുന്നത് അല്ലെങ്കിൽ മാർക്സ് വരുന്നത്. അപ്പം ആ രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. 20 മാർക്സ് വരുമ്പോൾ ഞാൻ എത്രത്തോളം എഴുതണം, അല്ലെങ്കിൽ ഏതൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിനകത്ത് ഞാൻ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് എഴുതേണ്ടത്, പോയിന്റ് ഔട്ട് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ നേരത്തെ പ്രീ പ്ലാൻ ചെയ്യുക. അപ്പം ഇതൊക്കെ നമ്മൾ എന്താ ചാർട്ട് വൈസ് ആയിട്ടും നിങ്ങൾക്ക് അല്ലാതെ ഡിസ്ക്രൈബ് ചെയ്തും കാണിക്കുന്നത് വെച്ചാൽ അത്രത്തോളം ഇതിന് ഓരോത്തിനും എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നതിന്റെ ഒരു കൂടുതൽ അനാലിസിസ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. അതുപോലെ തന്നെ ഇതിന്റെ ഒരു എഫേർട്ട് കാണിക്കാൻ വേണ്ടി ഒരു ഡയഗ്രാം നമുക്ക് നോക്കാം. കണ്ടോ? ഓരോ ടോപ്പിക്സും കവർ ചെയ്യുന്നത്, അതായത് 2 പ്രാവശ്യം കവർ ചെയ്തത് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ മാർക്ക് വൈസ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്, ആവറേജ് ഒരു അനാലിസിസ് ആണ് നമ്മളുടെ ഈ ഒരു ഗ്രാഫിനകത്ത് വരുന്നത്. ദെൻ ഇപ്പൊ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ഈക്വൽ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. അതായത് ഓരോ ഇതിനും എന്താണ് 20 മാർക്സ് എന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക, 20 മാർക്സ് ഈച്ച് ആയിരിക്കും വരുന്നത്. അത് അതിനകത്ത് 2 പ്രാവശ്യം വന്നിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ അതിനകത്ത് കണ്ടില്ലേ? അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റിംഗ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. അപ്പൊ അതിനൊക്കെ എന്താണ് ഹൈലി പൊട്ടൻഷ്യൽ കൊടുക്കുക. കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അല്ലെങ്കിൽ കൂടുതൽ റിപ്പീറ്റഡ് ആണ്. അപ്പൊ ആ രീതിയിൽ കൺസിഡർ ചെയ്തുകൊണ്ട് ആൻസർ ചെയ്യാൻ നോക്കുക കേട്ടോ. ദെൻ അതിനകത്ത് വരുന്ന സ്റ്റഡി പ്രയോറിറ്റൈസേഷൻ വരുന്നുണ്ട്. അതായത് നമുക്ക് ഹൈലി മാർക്സ് അതായത് കൂടുതൽ മാർക്സ് കിട്ടുന്ന, അതായത് 2 പ്രാവശ്യമൊക്കെ അപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ പഠിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ആ ഒരു പോർഷൻസിൽ കൊടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് നോക്കാം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ഒരു അനാലിസിസ് നോക്കാം. നമുക്ക് ഇതുവരെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ഒരു അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആ പോർഷൻ എന്താണ് ജൂൺ 2022 വന്നു, ഡിസംബർ 2023 വന്നു. പിന്നെ അതിനകത്ത് വരുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഫ്രെയിംവർക്ക് ഓഫ് അല്ലെങ്കിൽ ഇതിന്റെ നെസസിറ്റി, അങ്ങനത്തെ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ബെനിഫിറ്റ്സ്, അങ്ങനത്തെ സംഭവങ്ങൾ വേണം അതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ കവർ ചെയ്യാൻ. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് വന്നു, അതും 2 പ്രാവശ്യം ചോദിച്ചു. ജൂൺ 2022 ചോദിച്ചു, ജൂൺ 2023 ചോദിച്ചു. അതിനകത്ത് കവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസെപ്റ്റ്സ് ആൻഡ് ഡിഫറൻഷ്യൽ ക്ലാസിഫിക്കേഷൻസ്, കൺസെപ്റ്റുകൾ, ക്ലാസിഫിക്കേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ കവർ ചെയ്യുക. ദെൻ മെത്തേഡ്സ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് ചോദിച്ചിട്ടുണ്ട്, അതും 2 പ്രാവശ്യം ചോദിച്ചു. അതെന്താണ് റിലേറ്റഡ് ടു ഡിഫറെന്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ സ്യൂട്ടബിൾ വേരിയസ് ഏതൊക്കെ ഇൻഡസ്ട്രീസിലാണ് സ്യൂട്ടബിൾ എന്ന രീതിയിലുള്ളത് കവർ ചെയ്യുക അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്യുക, ആ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ദെൻ ഫോർത്ത് അനാലിസിസ് ഓഫ് പാറ്റേൺ, അതായത് ഇത് നിലവിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, അതിന്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഏറ്റവും നല്ലതാണ്. ഈ ടോപ്പിക് എന്താണ് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ നമുക്ക് വേണേ അത്യാവശ്യമായിട്ട് കയ്യിന്ന് നമുക്ക് പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാവുന്ന ഒരു പോർഷനാണ്. പക്ഷെ എന്താണ് ഇതിനകത്ത് തിയററ്റിക്കലായിട്ടും നമുക്ക് പ്രാക്ടിക്കലായിട്ടും ഉള്ള ഇമ്പോർട്ടൻസ് അതിനകത്ത് വളരെയേറെ ഉണ്ട് അല്ലേ? റെലവൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്. അപ്പം അത് ആ രീതിയിൽ തന്നെ പാറ്റേൺ തന്നെ നമ്മള് കണ്ടുവരുന്നതും അങ്ങനെയാണ്. നമ്മൾ ആൻസേഴ്സ് എഴുതുമ്പളും ആ പോയിന്റ്സുകള് അല്ലെങ്കില് നമുക്ക് എത്രത്തോളം അറിയാമെന്ന് മാക്സിമം കൺവേ ചെയ്യുന്ന രീതിയിലുള്ള ആൻസേഴ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. അതിനകത്ത് വരുമ്പോ എന്താണ് ഫണ്ടമെ ഫണ്ടമെന്റൽ ടു അണ്ടർസ്റ്റാൻഡിങ് കോസ്റ്റ് അക്കൗണ്ടിങ്. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് മനസ്സിലാക്കാനുള്ള ഫണ്ടമെന്റൽ ഇത് അല്ലെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോയിന്റ്സ് അങ്ങനത്തെ സംഭവങ്ങളാണ് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റിനകത്ത് മെയിനായിട്ട് വരുന്നത്. ഇനി ഇതെന്തിനു വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഈ ഓരോ കോസ്റ്റുകളും തമ്മിൽ അറിയാമോ? നമുക്ക് ഇതിനെക്കുറിച്ച് പക്കാ നോളജ് ഉണ്ടോ? ഓരോ കോസ്റ്റ് എവിടൊക്കെ അപ്ലൈ ചെയ്യണം? അങ്ങനെ നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. ദെൻ മെത്തേഡ്സ് ആൻഡ് ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് ചോദിച്ചാലും അതുപോലാണ്. ആഹ് എന്താണ് കൂടുതൽ എംഫസൈസ് കൊടുക്കാൻ പറയുന്നത്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് കോസ്റ്റിംഗ് മെത്തേഡ്സിൽ നമുക്ക് എത്രത്തോളം നോളജ് ഉണ്ട്? അല്ലെങ്കിൽ കോസ്റ്റിംഗ് മെത്തേഡ്സ് എല്ലാ ടൈപ്സ് എല്ലാം നമുക്ക് അറിയാമോ? എത്രത്തോളം അത് പഠിച്ചിട്ടുണ്ട്? എങ്ങനാണ് നമുക്ക് അതിന്മേലുള്ള അതായത് ചുമ്മാ തിയറി വായിച്ച് വെച്ചേക്കുവാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും. അങ്ങനെ പ്രാക്ടിക്കൽ റെലവൻസ് ഉള്ള ചോദ്യങ്ങളാണ്. അല്ലെങ്കിൽ പ്രാക്ടിക്കൽ റെലവൻസ് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ അത് ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് അതിനകത്ത് കൂടുതലായിട്ടും വരുന്നത്. പിന്നെ നെക്സ്റ്റ് എക്സാമിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് കുറച്ച് കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇതുപോലെ ഫ്രീക്വൻസി ആയിട്ട് ചോദിച്ചിരിക്കുന്ന അനുസരിച്ച് ചില ടോപ്പിക്സ് നമുക്ക് എന്താ പ്രെഡിക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് എക്സാമിന് കാണാൻ സാധ്യതയുണ്ടെന്ന്. അതിൽ ഫസ്റ്റ് വണ്ണാണ് അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കൂടുതൽ എന്താണ് എംഫസിസ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കോർ ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ എന്താണ് നെക്സ്റ്റ് എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യങ്ങളിൽ ഒരെണ്ണമാണ് ഈ അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്കുകളാണ് ഇത് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. കോസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, ഏതിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാം അങ്ങനെ. പിന്നെ കോസ്റ്റിംഗിന്റെ മെത്തേഡ്സ് അല്ലെങ്കിൽ ടൈപ്സ് ഏതൊക്കെ ടൈപ്സ് കോസ്റ്റിംഗ് ഉണ്ട് അല്ലെങ്കിൽ മെത്തേഡ്സ് ഏതൊക്കെയാണ് അത് കൂടുതലായിട്ട് ചോദിക്കാൻ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. ഇനി ആ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന എത്രത്തോളം പ്രോബബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹൈലി പ്രോബബിൾ ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ് ഏത് അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കാരണം തുടർച്ചയായിട്ടുള്ള എക്സാംസിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് കൂടുതൽ ഹൈലി പ്രോബബിൾ ആണ് അല്ലെങ്കിൽ ചാൻസ് ഉണ്ടെന്ന് പറയാം. അതിനകത്ത് ഫണ്ടമെന്റൽസ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് മെയിനായിട്ട് മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ റെഗുലർലി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് അതും ഹൈലി പ്രോബബിൾ ആണ്. കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ മെത്തേഡ്സ് ആൻഡ് ടൈപ്സ് ചോദിച്ചു കഴിഞ്ഞാലും എന്താണ് റെക്കറിംഗ് രീതിയിൽ ഫ്രീക്വന്റ്ലി പിന്നെയും പിന്നെയും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പോർഷനും നമുക്ക് ഹൈലി പ്രോബബിൾ ആണെന്ന് പറയാൻ പറ്റും. പിന്നെ ഹൈ അപ്പിയറൻസ് പ്രോബബിലിറ്റി അതായത് ഇനി വരാൻ കൂടുതൽ ഉള്ള ബാക്കി ടോപ്പിക്കുകൾ അതായത് ചാൻസ് ഉള്ള ബാക്കി ടോപ്പിക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസെപ്റ്റ് ആൻഡ് കാൽക്കുലേഷൻസ് ഓഫ് റീഓർഡർ ലെവൽ. അതായത് റീഓർഡർ ലെവലും സ്റ്റോക്ക് ലെവലും പറഞ്ഞില്ല പ്രാക്ടിക്കൽ ലെവലിൽ വരുന്ന പോർഷനിൽ നിന്ന് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളൊരു പോർഷനാണ്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ പ്രോബ്ലം നോക്കുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ഒരു റീഓർഡർ ലെവൽ സ്റ്റോക്ക് ലെവൽ ആ ഒരു പോർഷനിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സർവീസ് കോസ്റ്റിംഗ് അതിന്റെ ആപ്ലിക്കേഷൻ ആ ഒരു ടോപ്പിക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന്റെ സമയത്തുള്ള സർവീസസിന്റെ ഒരു ഇമ്പോർട്ടൻസും റെലവൻസും പിന്നെ അതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു പോർഷൻ. അതേപോലെ തന്നെ പ്രോസസ് കോസ്റ്റിംഗിന്റെ കാര്യത്തിലും കാൽക്കുലേഷൻസിലൊക്കെ കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതും ഹൈലി എംഫസൈസ് കൊടുത്ത് തന്നെ പഠിക്കാൻ നോക്കുക കേട്ടോ. ഇനി ഇതെന്തുകൊണ്ട് ഇങ്ങനെ എന്താണ് നമ്മൾ അനലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിന്റെ ഒരു ബേസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരവും കണ്ട അതായത് റിപ്പീറ്റഡ്ലി ചോദിച്ചതിന്റെ ബേസിസിലാണ് അതായത് നിലവിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് അല്ലെങ്കിൽ പാറ്റേണിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു പ്രഡിക്ഷൻ നടത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഹൈലി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ആയിരിക്കാം എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ അതും നമ്മൾ നോക്കണം. അതായത് അപ്ലൈ ചെയ്യാൻ അതായത് കറന്റ്ലി നമുക്ക് യൂസബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രാക്ടിക്കലി നമുക്ക് നോളജ് വരേണ്ട ടോപ്പിക്കുകളും കാര്യങ്ങളും ഉണ്ടോ അതിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടോ
കവർ ചെയ്തിട്ടുണ്ടോ എന്നതും ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് തന്നെ എക്സാമിന് പോകാൻ മാക്സിമം ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ് അതും നോക്കുന്നുണ്ട്. അതായത് നമുക്ക് വെറുതെ ഒരു സിലബസ് കവർ ചെയ്യാനല്ല. നമുക്ക് പഠിക്കാം. തിയററ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും നമ്മൾ എത്രത്തോളം പഠിച്ചു അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം അതായത് ഒരു ബികോം കഴിഞ്ഞ് പോയി ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്കത് വർക്കൗട്ട് ചെയ്യാൻ അതിനെക്കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതേ ഉള്ളൂ ഈ എക്സാംസ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അത് തന്നാണ് ഈ ഒരു പോർഷൻസ് അതായത് രണ്ടും തിയറിയും പ്രോബ്ലം ഒരുമിച്ചിട്ട് ഇവര് ചോദിക്കാനുള്ള കാരണം തന്നെ. ദെൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് കോർ ടോപ്പിക്സിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. പറഞ്ഞല്ലോ ഓൾറെഡി കോർ ടോപ്പിക്സ് ഏതൊക്കെയാന്ന്. അതിൽ കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കുക. കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ പ്രോബ്ലം ക്വസ്റ്റ്യൻസിന് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുക. റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ റിവ്യൂ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് അതായത് കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് വരുന്ന അത് കറന്റ്ലി എന്താണ് നമ്മൾ റിവ്യൂ ചെയ്തു അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നോക്കിയിട്ടുണ്ട് മൊത്തം പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് ഉറപ്പുവരുത്തുക. ഇനി നിങ്ങളോട് ലേണേഴ്സിനോട് പറയാനുള്ളൊരു കോംപ്രഹെൻസീവ് നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമല്ലേ ഇതൊരു ക്രൂഷ്യൽ അപ്രോച്ച് ആണ് അല്ലെങ്കിൽ ഈ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ ലെവലാണ്. അപ്പം അതിൻ്റെ നമ്മൾ എക്സാം പാറ്റേൺ ട്രെൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ടോപ്പിക്കിന്റെ വെയിറ്റേജ് അനാലിസിസ് എത്രത്തോളം ഇതാണ് എന്തെല്ലാം ഒന്ന് അനലൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമ്മുടെ പ്രിപ്പറേഷൻ എന്താവൂ ഹൈലി എഫക്റ്റീവ് ആകത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അനാലിസിസ് തന്നെ നടത്തുന്നത്. നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റ് ആവട്ടെ എന്നോർത്തിട്ടാണ് ഇങ്ങനെ ഒരു അനാലിസിസ് ചെയ്ത് അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ കീ ഫോക്കസ് ഏരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത്രയും നേരമായിട്ടും അഡ്വാൻറ്റേജ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ എവിടാണ് നമ്മളുടെ ഈ ഒരു ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സിലാണ് വരുന്നത്. അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്, ദെൻ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് അതിനകത്ത് വരുമ്പോൾ മെത്തേഡ്സ് ആൻഡ് ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ്, റീഓർഡർ ലെവൽ ഇതൊക്കെ അതിൻ്റെ അകത്താണ് വരുന്നത്. അവയെല്ലാം തന്നെ നല്ല രീതിയിൽ ഹൈലി ഫോക്കസ് ചെയ്ത് പോകുക കേട്ടോ. പിന്നെ ഇന്റൻസീവ് ടോപ്പിക്സ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻസ് കൂടുതൽ വരുന്ന പോർഷൻസ് സർവീസ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ് ഇതിന് പ്രാക്ടിക്കൽ ലെവലിൽ ഹൈലി ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. ദെൻ എഫക്റ്റീവ് എക്സാം പ്രിപ്പറേഷന് വേണ്ട കുറച്ച് ടിപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് പറയുന്ന ഹൈ വെയിറ്റേജ് ടോപ്പിക്സിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. അതായത് വരാൻ ചാൻസ് കൂടുതലുള്ള ടോപ്പിക്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ദെൻ അതേപോലെ തന്നെ എന്താണ് പാസ്റ്റ് പേപ്പേഴ്സ് കൂടുതലായിട്ട് എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക. റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കി തന്നെ പ്രിപ്പയർ ചെയ്യുക. തിയറിയിലും പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലും ഒരേപോലെ ബാലൻസ് ചെയ്ത് സ്റ്റഡി നടത്തുക. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻസും കാര്യങ്ങളും വരുന്നത് കൂടുതൽ എഫക്റ്റീവ് ആകും. അതായത് നമ്മൾ ഫ്രണ്ട്സ് ഒരുമിച്ചിരുന്ന് പഠിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തമ്മിലുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ നമുക്ക് ഒന്നുകൂടെ നല്ലതാണ്. പിന്നെ റെഗുലർ റിവിഷൻ അതായത് നമ്മൾ ഓൾറെഡി പഠിച്ച് മാറ്റി വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് കയ്യും കെട്ടി നോക്കിയിരിക്കാനല്ല റെഗുലർ റിവിഷൻ നടത്തുക. എക്സാമിന്റെ തലേന്ന് മാത്രം നോക്കാനല്ല റെഗുലർ റിവിഷൻ നടത്തുക. അതേപോലെ തന്നെ ടൈം മാനേജ്മെന്റ് ഇതെല്ലാം കവർ ചെയ്യാനുള്ളൊരു നല്ലൊരു ടൈം മാനേജ്മെന്റ് നമ്മൾ കണ്ടുപിടിക്കുക. എന്നാൽ മാത്രമേ നമുക്കൊരു സക്സസ്ഫുൾ എന്താണ് ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഹാപ്പി ആയിട്ട് നമുക്ക് ആ ഒരു എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റത്തുള്ളൂ. ഇവയെല്ലാം വെച്ച് നമുക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കോർ ടോപ്പിക്സിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് അതായത് ഈ കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അതിൽ കൂടുതലായിട്ട് എന്താണ് എംഫസൈസ് കൊടുത്ത് അതേപോലെ തന്നെ പ്രാക്ടിക്കൽ പ്രോബ്ലം നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ജയിച്ചു വരാം. ജയിച്ചല്ല നല്ല സ്കോർസ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അതുകൊണ്ട് തന്നെ എന്താണ് ഞങ്ങള് വിഷിങ് എ ഗ്രേറ്റ് സക്സസ്. അതായത് ഈ ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. ആ രീതിയിൽ ഡീപ്പായിട്ടുള്ള ഒരു അനാലിസിസ് ഇതിനകത്ത് പറയുന്നുണ്ട്. ആ ഒരു ബേസിസിൽ നിങ്ങൾ പഠിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. റിപ്പീറ്റഡ് പോർഷൻസും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട്. ദെൻ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ പറയാം. അതായത് ഈ ഒരു അനാലിസിസിന്റെ ബേസിസിൽ നിങ്ങൾക്ക് ഇനി വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ റോൾ ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻ മോഡേൺ എക്കണോമിക് സിസ്റ്റംസ്, കമ്പയർ ഇറ്റ് വിത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഹൈലൈറ്റിംഗ് ദ മേജർ ഡിഫറൻസ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ദ കോസ്റ്റ് അക്കൗണ്ടിങ്. ഓൾറെഡി നമ്മൾ പറഞ്ഞൊരു ടോപ്പിക് അല്ലേ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. Then second question, explain the concept of classification of cost and its importance in cost accounting. Describe the different types of cost
classified according to their behavior and according to the functions. ഓക്കെ. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് വായിക്കുമ്പോ നിങ്ങള് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കുക. എന്താണ്, ഏതാണ് എന്നൊക്കെ നോക്കിയിട്ട് ഞാന് മുമ്പത്തേനകത്തൊന്ന് പറയാൻ വിട്ടാ, നിങ്ങള് എത്ര മാർക്കാണെന്ന് നോക്കിയിട്ട് വേണേ ഇതൊന്ന് ആൻസർ ചെയ്യാനേ. അതായത് നമ്മൾ ഈക്വലി മാർക്സ് എന്ന് പറഞ്ഞു. എങ്കിൽ പോലും നമ്മളെപ്പഴും ആൻസർ ഹാളിൽ കേറുന്ന സമയത്ത് അല്ല എക്സാം ഹാളിൽ കേറുന്ന സമയത്ത് അവരതിനകത്ത് പറഞ്ഞിരിക്കുന്ന റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ടൈമും കാര്യങ്ങളും എല്ലാം ഒന്ന് നോക്കിയേക്കണം കേട്ടോ. അടുത്ത വരുന്നത് ABC മെത്തേഡിന്റെ ഇത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗിന്റെ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്കസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇമ്പാക്ട്സ് ഓൺ ഇൻവെന്ററി മാനേജ്മെന്റുമായിട്ട് എഫക്ട് ചെയ്ത് വരുന്ന ഇമ്പാക്റ്റും അല്ലെങ്കിൽ അതിന്റെ സെൻട്രലൈസ്ഡ് ഡീസെൻട്രലൈസ്ഡ് വരുന്ന പർച്ചേസിംഗിന്റെ അഡ്വാൻറ്റേജസും എല്ലാം വരുന്ന ഒരു പോർഷൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 3 പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4 വരുമ്പം വരുന്നത് കാൽക്കുലേറ്റ് ദ റീഓർഡർ ലെവൽ. നമ്മൾ പറഞ്ഞല്ലോ റീഓർഡർ ലെവലും സ്റ്റോക്ക് ലെവലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുമെന്ന്. അതാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റോക്ക് ലെവൽ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. മാക്സിമം കൺസംപ്ഷൻ റേറ്റ് പറയുന്നുണ്ട്, മിനിമം കൺസംപ്ഷൻ റേറ്റ് പറയുന്നുണ്ട്, നോർമൽ കൺസംപ്ഷൻ റേറ്റും പറയുന്നുണ്ട്. റീഓർഡർ പീരീഡ് 10 to 15 days ആണ്. സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത് 500 യൂണിറ്റ്സ് ആണ്. ഇതിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണം? റീഓർഡർ ലെവൽ അതിന്റെ സ്റ്റോക്ക് ലെവൽ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ 5th ക്വസ്റ്റ്യൻ പറയുന്നത് ഫ്രം ദ ഇൻവോയ്സ് ഡീറ്റെയിൽ പ്രൊവൈഡഡ്. നമുക്കൊരു ഇൻവോയ്സ് ഡീറ്റെയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ആൻഡ് ഡിസ്കസ് ദ മെത്തേഡ് യൂസ്ഡ് ഫോർ പ്രൈസിങ് ദ മെറ്റീരിയൽസ് ഇഷ്യൂഡ്. അതായത് കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ അതിനകത്ത് യൂസ് ചെയ്ത മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയും വേണം. അതായത് ഏത് മെത്തേഡാണ് അത് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും പറയണം. അതിനകത്ത് മെറ്റീരിയൽ 400 kg ആണ്. അതിന്റെ റേറ്റ് പെർ kg ഉള്ള റേറ്റ് പറയുന്നുണ്ട്. 250 kgയുടെ റേറ്റ് മെറ്റീരിയൽ ബി 250 ആണ്. അതിന്റെ റേറ്റ് പറയുന്നുണ്ട്. ഡിസ്കൗണ്ട് 10% ആണ്. ഇത് ഇത്രയും പറയുന്നു. ട്രാൻസ്പോർട്ടേഷന് 1000 rupees ആയി. അതേപോലെ തന്നെ ഇൻഷുറൻസിന് 500 rupees. ദെൻ 6th ക്വസ്റ്റ്യൻ വരുന്നത് എലാബറേറ്റ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ടൈം കീപ്പിംഗ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ടൈം കീപ്പിംഗിനെ ബേസ് ചെയ്തുള്ള ഇമ്പോർട്ടൻസ് ആണ് അവിടെ എലാബറേറ്റ് ചെയ്ത് പറയേണ്ടത്. അതേപോലെ തന്നെ ഡിസ്ക്രൈബ് ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ടൈം കീപ്പിംഗ് ആൻഡ് ഡിസ്കസ് ദ their suitability for various types. അതായത് പല ടൈപ്സ് ബിസിനസ് ഇതിൽ എൻവയോൺമെന്റിലോട്ട് വരുമ്പോൾ അതിന്റെ സ്യൂട്ടബിലിറ്റിയും അതിന്റെ ടൈം കീപ്പിംഗിന്റെ ഇമ്പോർട്ടൻസ് ഡിഫറൻസും ഒക്കെ ഡിസ്കസ് ചെയ്യാൻ. 7th വരുന്നതും പ്രോബ്ലം ആണ്. പ്രിപ്പയർ ദ ഡീറ്റെയിൽഡ് കോസ്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനകത്ത് ABC ലിമിറ്റഡിന്റെ കാര്യം പറയുന്നു. ജോബിന്റെ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽസിന്റെ റേറ്റ്, ഓവർഹെഡ്സിന്റെ റേറ്റ്, അഡീഷണൽ ഇൻഫർമേഷൻസ് ആയിട്ട് 15% ഓഫ് മെറ്റീരിയൽസ് ആർ റീയൂസ്ഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അപ്പം അവയെല്ലാം തന്നെയും കൂടെ നോക്കി പ്രോബ്ലം കറക്റ്റ് ആയിട്ട് നോക്കി പ്രോബ്ലം ഒന്ന് വർക്ക്ഔട്ട് ചെയ്തേക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ആണ്. പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം, കൺസെപ്റ്റ് ഓഫ് ഓവർഹെഡ്സ്, അതേപോലെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, റിക്കൺസിലേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. ഇതിന്റെ എന്താണ് ഷോർട്ട് നോട്ട്സ്. 8ാമത്തെ ക്വസ്റ്റ്യൻ ഷോർട്ട് നോട്ട്സ്. ഇപ്പൊ ആൻസർ എനി 5 എന്നായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. 8 ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ എനി 5 ഏതെങ്കിലും 5 എണ്ണം ആൻസർ ചെയ്യുക. അതേപോലെ തന്നെ നല്ലവണ്ണം നോക്കി ഏറ്റവും നല്ലതായി അറിയാവുന്നത് നോക്കി ആൻസർ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ. ഇതിന്റെയൊക്കെ ബേസിസിൽ ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾ നോക്കുക കേട്ടോ. ഈ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് എത്രത്തോളം ക്വസ്റ്റ്യൻസ് അറിയാം, എത്രത്തോളം നമ്മൾ പറഞ്ഞ അനാലിസിസിന്റെ ബേസിസിൽ വരുന്നുണ്ട് എന്ന് നോക്കുക. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു എക്സാം ആകട്ടെ. പ്രോബ്ലം പേപ്പർ ആണ് അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പേപ്പറാന്ന് പറഞ്ഞുകൊണ്ട് വിഷമിച്ച് പോകേണ്ട. ഏറ്റവും നല്ലതായിട്ട് കൂളായിട്ട് റിലാക്സ് ചെയ്ത് പോയി എഴുതിയാൽ മതി. നല്ല സ്കോർസ് അറ്റൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ നിങ്ങളെയും കൊണ്ട് സാധിക്കും. ഉറപ്പാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും ഈ ഹൈലൈറ്റ് പറഞ്ഞിരിക്കുന്ന പോർഷൻസ് തറോലി ഒന്ന് വായിച്ച് നോക്കിയിട്ട് പോകുക കേട്ടോ. പ്രത്യേകിച്ച് പ്രോബ്ലവും തിയറി ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കിയിട്ട് പോവുക. ഒരിക്കലും പാഴാകത്തില്ല, അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വിഷമിച്ച് ഹോളിൽ നിന്ന് ഇറങ്ങേണ്ടി വരത്തില്ല ഈ ഒരു പറഞ്ഞ രീതിയിൽ കവർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ. ഓക്കെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുക. താങ്ക് യു. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്
മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ നമ്പർ ഒന്നുകൂടി വായിക്കാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 7592939616. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു.